ഹലോ നമസ്കാരം. രാഹുൽ മാങ്കുളത്തിന് വേണ്ടി സംസാരിച്ചതിൻ്റെ പേരിൽ ചാനൽ ചർച്ചകളിലും അദ്ദേഹത്തിൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലും ഒരുപാട് രാഹുൽ മാങ്കുളത്തിന് വേണ്ടി അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അതിൽ അതിജീവിതയെ അപമാനിച്ചു എന്നതിൻ്റെ പേരിൽ പോലീസ് അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ 5ാം പ്രതിയായിട്ടായിരുന്നു കേസെടുത്തിട്ടുള്ളത്. അതും പോരാത്തതിന് ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി തെളിവെടുപ്പ് നടക്കുകയും അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പും അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണൊക്കെ പോലീസ് കണ്ടെത്തുകയും ചെയ്തു. എന്തായാലും തിരുവനന്തപുരം മജിസ്ട്രേഷൻ കോടതിയിൽ രാഹുൽ ഈശ്വറിനെ ഹാജരാക്കുകയും 1 മണിക്കൂറോളം വാദങ്ങൾ നടക്കുകയും ചെയ്തു. ഈ 1 മണിക്കൂർ വാദത്തിനൊടുവിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കോടതി ഉത്തരവിടുകയും അദ്ദേഹത്തെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാനും കോടതി ഉത്തരവിട്ടു. ഇനി അദ്ദേഹം തിരുവനന്തപുരം സെൻട്രൽ ജയിലായിരിക്കും 14 ദിവസം കടക്കുക. ഇനി അദ്ദേഹത്തിന് ജാമ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ പോയി അപേക്ഷിക്കണം. അതിലും ജാമ്യം കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് പോയി ഹൈക്കോടതിയിൽ പോയി സമീപിക്കാം. അതിലും അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോയി ജാമ്യ ഹർജി നൽകാം. എന്തായാലും ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, രാഹുൽ ഈശ്വറിനെതിരെ പോലീസ് കേസെടുത്തത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള ഒരു കേസുമാണ്. എന്തായാലും ഞാൻ ഉറ്റുനോക്കുന്നത് ഡിസംബർ 8 എന്ന് പറയുന്ന ദിവസമാണ്. ഡിസംബർ 8-ാം തീയതിയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൻ്റെ വിധി വരിക. അതിൽ ദിലീപ് നിരപരാധിയാണ് എന്നുണ്ടെങ്കിൽ രാഹുൽ ഈശ്വറെ പോലുള്ളവർ അന്നത്തെ ദിവസം ചാനൽ ചർച്ചയിൽ പങ്കെടുക്കണമെന്നും അദ്ദേഹത്തിൻ്റെ ആ നിലപാട് എന്താണെന്നുള്ളത് എനിക്കറിയണം. ദിലീപ് നിരപരാധിയാണ് എന്നുണ്ടെങ്കിൽ, കാരണം ദിലീപിന് വേണ്ടി ഒരുപാട് വാദിച്ച ഒരു വ്യക്തിയാണ്. ഒരു ദിവസമെങ്കിലും അദ്ദേഹത്തിന് ചങ്കൂറ്റത്തോടു കൂടി ഡിസംബർ 8-ാം തീയതി ദിലീപ് നിരപരാധിയാണെന്നുണ്ടെങ്കിൽ അന്ന് ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കേസാണ്. ഞാൻ ഈ ഒരു വിഷയത്തിൽ രാഹുൽ ഈശ്വറിൻ്റെ ഒപ്പമാണ്. കാരണം ഇവിടെ ഒരുപാട് കള്ളപ്പരാതിയുടെ അടിസ്ഥാനത്തിൽ ആണുങ്ങളായിട്ടുള്ള നിരപരാധികൾ കുറ്റവാളികളായിട്ട് നമ്മുടെ സമൂഹത്തിൽ ചിത്രീകരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി, ആണുങ്ങൾക്ക് വേണ്ടി, പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ രാഹുൽ ഈശ്വറെ പോലുള്ളവർ വേണമെന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. എന്തായാലും രാഹുൽ ഈശ്വർ ജയിലിലോട്ട് പോവുക, അദ്ദേഹത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുക, അദ്ദേഹത്തെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സങ്കടമുള്ളൊരു കേസാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.